മരിച്ച് മണ്ണോട് ചേർന്ന് 30 വർഷങ്ങൾക്കപ്പുറം കല്ലറ തുറന്നപ്പോൾ ആ നാവ് മാത്രം അഴുകാതെ കാണപ്പെട്ടു. പറഞ്ഞ വാക്കുകളെപ്പോലെ തന്നെ ആ നാവും അങ്ങനെ അനശ്വരമായി. പരിശുദ്ധ നാവുള്ള പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. കേൾവിക്കാരില്ലാതെ ഇരുന്ന സമയത്ത് ആ വാക്കുകൾക്ക് കടലിലെ മത്സ്യങ്ങൾ വരെ ചെവി കൊടുത്തെന്ന് ചരിത്രം കുറിക്കുന്നു. നഷ്ടപ്പെട്ടതൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടെത്താനാവാതെ എൻ്റെ അന്തോണീസ് പുണ്യാള എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തിരിയുമ്പോൾ തിരഞ്ഞയിടത്ത് തന്നെ നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടുന്ന ആ ഒരു വിസ്മയമാണ് വിശുദ്ധ അന്തോണീസിനെ നമ്മുടെ മുൻപിൽ പ്രിയങ്കരനാക്കുന്നത്. മരിച്ച് ഒരാണ്ട് തികയും മുൻപ് പുണ്യവാളന്മാരായ ചുരുക്കം ചിലരിൽ ഒരാളാണ് പാതുവായിലെ വിശുദ്ധ അന്തോണീസ്. പഠിപ്പിച്ച മനോഹരമായ പാഠങ്ങളിലൊന്ന് ഇതാണ്: നിന്റെ വാക്കുകൾ പ്രബോധിപ്പിക്കുകയും നിന്റെ പ്രവൃത്തികൾ സംസാരിക്കുകയും ചെയ്യട്ടെ. ലോകം മുഴുവനുമുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇന്നും അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ വിശ്വാസ ജീവിതം തിളങ്ങി വിളങ്ങി നിൽക്കുന്നുണ്ട്. വിശുദ്ധ അന്തോണീസിൻ്റെ അത്ഭുത ജീവിതം പോലെ നമുക്കും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാം, നഷ്ടപ്പെട്ടവർക്ക് വഴികാട്ടികളാകാം, ദൈവവചനത്തിൻ്റെ സാക്ഷികളായി നിലകൊള്ളാം. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതം നമ്മുടെയും ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ നമ്മെ നന്മയുടെ വഴിയിൽ നയിക്കട്ടെ. ആമേൻ.